ലോകത്തെയാകെ വരിഞ്ഞുമുറുക്കിയ കോവിഡ് മഹാമാരിക്ക് പിന്നാലെ ജപ്പാനിൽ അപൂർവവും അപകടകാരിയുമായ പുതിയ ബാക്ടീരിയൽ അണുബാധ വ്യാപിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗം ആശങ്ക പടർത്തി മുൻ വർഷത്തേക്കാൾ കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം 941 സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം രോഗികളെയാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഈ വർഷം ആദ്യ 2 മാസത്തിനുള്ളിൽ മാത്രം അത് 378 കേസുകളായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ കേസുകളുടെ എണ്ണം ഉയരുന്നതിന് പിന്നിലെ കാരണം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സ്ട്രെപ്റ്റോകോക്കസ് പേജിൻസ് എന്ന ബാക്ടീരിയമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമിന് കാരണമാകുന്നത്. പ്രായം കൂടിയവർ അപകട സാധ്യതാ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ് എ വിഭാഗം 50 വയസ്സിന് താഴെയുള്ളവരിലും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മുതൽ ഡിസംബർ വരെ രോഗം സ്ഥിരീകരിച്ച 50 വയസ്സിന് താഴെയുള്ള 65 പേരിൽ 21 പേരും മരണപ്പെട്ടതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലരിലും ലക്ഷണങ്ങളില്ലാതെ തന്നെ രോഗം വന്നു പോകുമെങ്കിലും ഉയർന്ന വ്യാപനത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ചില ഘട്ടങ്ങളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മരണസംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിലുള്ളവരിൽ സ്ഥിതി കൂടുതൽ വഷളായേക്കാം. ഈ ബാക്ടീരിയ കടന്നു കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമായവരിൽ ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് പ്രകടമാകുകയെങ്കിലും ചിലപ്പോൾ ടോൺസിലൈറ്റിസ്, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയ്ക്കും കാരണമാകും. പല കേസുകളിലും അവയവങ്ങൾ തകരാറിലാകുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരാം. കോവിഡിന് സമാനമായി സ്രവങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയുമൊക്കെയാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധകളും പകരുന്നത്. കൈകാലുകളിലെ മുറിവുകളിലൂടെയും ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കാം. ആന്റിബയോട്ടിക് ചികിത്സയിലൂടെയാണ് സ്ട്രെപ്പ് എ അണുബാധയെ ചികിത്സിക്കുന്നത്. പക്ഷേ കൂടുതൽ ഗുരുതരമായ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഡിസീസുകൾക്ക് ആന്റിബയോട്ടിക്കിനൊപ്പം മറ്റു മരുന്നുകളും വേണ്ടിവരും. കോവിഡ് കാലത്ത് സ്വീകരിച്ചിരുന്ന മുൻകരുതലുകൾ സ്ട്രെപ്പ് എ വിഭാഗത്തിനെതിരെയും തുടരണമെന്ന് ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.